ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങൾ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങൾ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സന്റെ കൂടെ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ലൊരു മൊമെന്റ് മനസ്സിലേക്ക് കൊണ്ടുവരിക. അവർ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്. പാഷൻ ഇഗ്നൈറ്റർ. അവർ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്. ഡിസെപ്ഷൻ ആൻഡ് എൻവി. സ്പിരിച്വൽ യൂണിയൻ. ട്രാപ്ഡ് ഇൻ ഫിയർ. സഫറിംഗ് സൈലൻസ്. അവർ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്. ഹാർമണി. നൈസ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതൊക്കെയാണ്. അപ്പൊ ഈ കാർഡ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, ഡെഫിനറ്റ്ലി നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സൈലന്റ് ആയി ഇരിക്കുന്നു എന്നുള്ളത് മാത്രം. ഈ സഫറിങ് ഇൻ സൈലൻസ് ആൻഡ് ട്രാപ്ഡ് ഇൻ ഫിയർ, ഈ കാർഡൊക്കെ കാണുന്ന സമയത്ത് നിങ്ങളൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അഫ്കോഴ്സ് നിങ്ങളൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്തായാലും. ഓക്കെ, അതായത് നിങ്ങളിപ്പോ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ നേരിടുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നേരിടുന്നുണ്ടാകാം. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാകുക. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയിട്ടുണ്ടാകുക. അതിനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും ആ പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കറന്റ് എനർജിയിൽ, കറന്റ് സിറ്റുവേഷനിൽ. ഓക്കെ, പക്ഷെ അവർ സൈലന്റ് ആയി ഇരിക്കുകയാണ്. ഓക്കെ, സൈലന്റ് ആയി ഇരിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ മനസ്സിൽ അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ സ്പിരിച്വൽ യൂണിയൻ എന്ന കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളെ സ്പിരിച്വലി നിങ്ങൾ കണക്ട് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്, രണ്ട് സോളുകളാണ്. ഓക്കെ, അതായത് നിങ്ങളെ ദൈവമായിട്ട് ഒന്നിപ്പിച്ച് വെച്ചതാണ് എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ ഒന്നിച്ചിട്ടുള്ള രണ്ട് ആത്മാക്കളാണ്. നിങ്ങളിപ്പോൾ എന്ത് തന്നെ റിലേഷൻഷിപ്പ് ആണെങ്കിലും, നിങ്ങളിപ്പോ ഒരു എക്സ്ട്രാ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കുക, സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നായതാണ്. അത് ദൈവമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളെ കണക്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം, നിങ്ങൾ തമ്മിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ഒന്നിക്കേണ്ട രണ്ട് ആത്മാക്കൾ ഇവിടെ ഒന്നിച്ചു വെച്ചതാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരിലും ഒരാൾ വളരെയധികം തെറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് പോയതായിട്ടാണ് കാണുന്നത്. ഡിസെപ്ഷൻ ആൻഡ് എൻവി എന്ന് പറഞ്ഞിട്ടുള്ള കാർഡ് വന്നിട്ടുണ്ട്. അതായത് വഞ്ചന കാണിച്ചിട്ടുണ്ട്. മേ ബി ഇത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഭൂരിഭാഗം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണ് നിങ്ങളെ വഞ്ചിച്ചു പോയിട്ടുണ്ടാവാനുള്ള സാധ്യത. അതും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വെച്ചിട്ട്. ഓക്കെ, ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ, അതാണല്ലോ ഇവിടെ സ്പിരിച്വൽ യൂണിയൻ. ഓക്കെ, ഈ ഓവറോൾ നോക്കുവാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ ഉറപ്പായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ മിണ്ടാതെ നിൽക്കുകയാണ് ഇപ്പോൾ. ഇങ്ങനെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതും, അപ്പൊ പിന്നെ അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവർ റിപ്ലൈ ചെയ്യാത്തത് അല്ലെങ്കിൽ നിങ്ങളെ മൈൻഡ് ചെയ്യാത്തത് എന്നുള്ളത്. അവർക്ക് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റീസൺ അവർക്കുണ്ട്. ചിലപ്പോൾ അവർ ഏതെങ്കിലും വ്യക്തികളെ പേടിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും സാഹചര്യത്തെ പേടിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്രീമോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ട ചില കടമകളോ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളിൽ തന്നെ അവര് സ്റ്റക്ക് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ അവർക്ക് ഓൾറെഡി അറിയുന്നത് കൊണ്ടായിരിക്കാം. ഇങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് അവര്
ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. സൈലന്റ് ആയിരുന്ന സഫർ ചെയ്യുന്ന എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒന്നിക്കേണ്ട രണ്ട് സോളുകളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഡെഫിനറ്റ്ലി നടക്കും ഒരു സ്പിരിച്വൽ ടൈമിൽ. ഓക്കെ, ആ ഒരു ടൈമിൽ അത് നടക്കുന്നതാണ്. എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വഞ്ചിച്ചിട്ട് പോയതായിട്ടാണ്. അതായത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക. വേറെ വ്യക്തികൾ വന്ന സമയത്ത് നിങ്ങളെ മാറ്റി നിർത്തിയതായിരിക്കാം. അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയിലേക്ക് അവർ പോയതായിരിക്കാം. അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ നിങ്ങളെ പെട്ടെന്ന് ഒരു നിമിഷം വേദനിപ്പിച്ചിട്ട്, വളരെയധികം വേദനിപ്പിച്ചിട്ട് വഞ്ചിച്ചു പോയിട്ടുള്ള ഒരു പേഴ്സന്റെ, നിങ്ങളുടെ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ അവരെന്തായാലും ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. അവർ കുറച്ചും കൂടി ഒന്ന് ശക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഇപ്പോൾ എന്താ പറയാ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട്, പൂർണ്ണമായിട്ടും നിങ്ങളുടെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് അവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റഡ് ആക്കുമ്പോൾ ഇതിൽ പലരുടെ എനർജി ടിൻ ഫ്ലെയിം ആയിരിക്കാം. ബിക്കോസ് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവുക പെട്ടെന്ന് തന്നെ ഒന്നും അറിയാതെ സ്റ്റോപ്പ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആയിരിക്കാം. അതായത് റീസൺ എന്താന്ന് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ അറിയില്ലായിരിക്കാം. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ടിൻ ഫ്ലെയിം തന്നെയാണോ സോൾ കണക്ഷൻ ആണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. ഓക്കെ, ചിലവരുടെ എങ്കിലും ഞാൻ പറയാണ്, കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത്, ടിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയില്ല ഈ സെപ്പറേഷൻ ആയിപ്പോയത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ പേഴ്സൺ ചില പാഠങ്ങൾ ലൈഫിൽ നിന്നും പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപേ ചില പാഠങ്ങൾ അവർ പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് അവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സെപ്പറേഷൻ തന്നിട്ടുണ്ടാകാം. ഇതിൽ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ടാകാം. ഉറപ്പായിട്ടും അവർ പോയ സമയത്ത് നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോൾ നിങ്ങളൊന്ന് ഓക്കെ ഇതൊന്ന് മൂവ് ഓൺ ചെയ്യാം എന്നുള്ള തീരുമാനമൊക്കെ എടുത്ത് നിങ്ങളൊന്ന് ഓക്കെ ആയി വരുന്നുണ്ടാകാം. പക്ഷെ നിങ്ങൾ ആദ്യം വേദനിച്ചിട്ടുള്ള ആ ഒരു വേദനയിലൂടെയാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. ഓക്കെ, ആരൊക്കെ അവർ ഭയക്കുന്നുണ്ട്, എന്തൊക്കെ സിറ്റുവേഷൻ അവർ ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറച്ചുകൂടി ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ടാരോട്ട് കാർഡ്സ് എടുത്ത് നോക്കാം. അവർ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്, കറന്റ് സിറ്റുവേഷൻ എന്താണ്? ഫുൾ കാർഡാണ് വന്നിട്ടുള്ളത്. ന്യൂ ബിഗിനിങ് ആണ്, ഒരു ചേഞ്ച് ആണ്. എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ ഉള്ള ഒരു റീയൂണിയൻ ആണ് ഇവിടെ പറയുന്നത്. പക്ഷേ അതൊരു സമയത്താണെന്ന് ആലോചിക്കുക. ഈ പേഴ്സണ് കുറച്ച് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് ഇപ്പൊ പറയുകയാണെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്ത് ഈ പേഴ്സൺ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ ഒരുപാട് അഡിക്റ്റഡ് ആയിട്ടുണ്ടാകും. ഈ പേഴ്സണിൽ ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുണ്ടാകും, അഡിക്റ്റഡ് ആയിട്ടുണ്ടാകും. ഈ പേഴ്സൺ പോകുന്നത് പോലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കാം. ഓക്കെ, അത് എന്താ പറയാ, പോയ സമയത്ത് നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനോ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ അത് ആ പേഴ്സൺ ആ ഒരു സമയത്ത് മനസ്സിലായിട്ടുണ്ടാവില്ല. നിങ്ങളെ വിട്ടുപോയ സമയത്ത് നിങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു, ഈ ഒരു സ്നേഹത്തിന്റെ ഡീപ്പ് എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളതൊന്നും ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ യൂണിവേഴ്സ് ആയിട്ട് അവർക്ക് അതിനുള്ള അവസരങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ച് നീട്ടി കൊടുക്കുകയാണ്. സോ അത് കഴിയുമ്പോഴാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു യൂണിയൻ നടക്കുന്നത്. ഓക്കെ, അത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ വാല്യൂ എത്രയാണ്, നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കി വരുന്നത് കൊണ്ടാണ് ഇപ്പോൾ അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നത്. ഓക്കെ, സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്, പവർ കാർഡ് വന്നിട്ടുണ്ട്. ഓഫ്കോഴ്സ് ഇതിനൊരു മാറ്റം ഉണ്ടാവുന്നതാണ്. അവര് അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ്, അതിനുള്ള ശക്തി അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ആ സിറ്റുവേഷൻസിനെ നേരിടണം, ഈ സിറ്റുവേഷൻസിനെ എങ്ങനെ ഒതുക്കി തീർക്കണം എന്നൊക്കെയുള്ള ആ ഒരു കാര്യം അവര് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തയ്യാറാണ്. അതായത് ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എങ്ങനെ തിരിച്ചെത്തണം, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എങ്ങനെ ഒതുക്കി തീർക്കണം, അത് എങ്ങനെയാണെങ്കിലും ഒതുക്കി തീർക്കണം. നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാം, എന്തും ത്യാഗം ചെയ്യാം എന്നൊക്കെയുള്ള ഒരു മൈൻഡിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ആക്കാൻ പറ്റിയെന്ന് വരില്ല. കാര്യം ഇതിനു മുൻപ് നിങ്ങളുടെ പേഴ്സന്റെ ക്യാരക്ടർ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല കണ്ടിട്ടുണ്ടാവുക.
കാര്യം നിങ്ങൾ അത്രയും അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ പോയ സമയത്ത് നിങ്ങൾ അത്രയും മാറ്റി നിർത്തിയിട്ടുണ്ടാകും. നിങ്ങളുടെ വേദനയൊന്നും അത്രയ്ക്ക് മനസ്സിലാക്കാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം ഇത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് അക്സെപ്റ്റ് ആക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ മനസ്സിലാക്കുക, ഇത് യൂണിവേഴ്സ് ആയിട്ട് തരുന്ന അവസരങ്ങളാണ്. യൂണിവേഴ്സ് ആയിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. ഈ വരുന്ന ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവരുടെ ചുറ്റിലും നിൽക്കുന്ന അവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വ്യക്തികളായിക്കോട്ടെ, ആര് തന്നെയാണെങ്കിലും, ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം എൻഡ് ആയി പോകുന്നതാണ്. ആ എൻഡിങ്ങിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇത് എപ്പോഴാണ് മാറിപ്പോവുക, ഈ സിറ്റുവേഷൻസ് എങ്ങനെ മാറ്റാം എന്നൊക്കെയുള്ള ചിന്തയാണ്. അത് എന്തിനാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആവുന്നത് എപ്പോഴാണ്, നിങ്ങളുടെ അടുത്ത് എപ്പോഴാണ് പൂർണ്ണമായിട്ടും ഈ ഒരു കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ വരാൻ സാധിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നതിന്റെ കാരണം നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയന് വേണ്ടിയിട്ടാണ്. അത്രമാത്രം നിങ്ങളെ മിസ് ചെയ്യുന്നതുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോ ഈ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് അപ്പോൾ അവർ നിങ്ങളുടെ അടുത്തോട്ട് വരാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വെച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക. ആ ഒരു സിറ്റുവേഷൻ അവസാനിച്ചിട്ട് മാത്രമേ നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ അത് പിന്നെയും ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് തന്നെ ആകും. അതുകൊണ്ടാണ് അവരത് അങ്ങനെ തിങ്ക് ചെയ്യുന്നത്. ഓക്കെ, സൈലന്റ് ആയിരിക്കുന്നത് അതുകൊണ്ടാണ്. കേസ് ഓഫ് വാൻസ് ആണ്. അഫ്കോഴ്സ് ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നതാണ് ഒരു സ്പിരിച്വൽ ടൈമിങ്ങിൽ. അത് പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതാണ്. ഓവറോൾ എനർജി 8 ഓഫ് വാൻസ് ആണ്. പെട്ടെന്ന് തന്നെ ഇതിനൊരു ചേഞ്ച് ഉണ്ടാകുന്നതാണ്. ഓക്കെ, കാരണം അവരിപ്പോൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ചേഞ്ചുകൾ അവരുടെ ഉള്ളിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. സോ പെട്ടെന്ന് തന്നെ അതിനൊരു മാറ്റം ഉണ്ടാവുന്നതാണ്, ഒരു ചേഞ്ച് ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഈ ഒരു റീഡിങ് ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.